ടോപ്പ് ട്യൂഷൻ്റെ SSLC കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 3 പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് കവർ ചെയ്തിരിക്കുന്നത് എന്നെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഓവർവ്യൂ സെക്ഷനാണ് ഇന്നത്തെ ക്ലാസ്. ആറ്റംസ് എന്നാൽ എന്താണ്? എല്ലാ സബ്സ്റ്റൻസിൻ്റെയും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്കാണ് ആറ്റം. നമ്മൾ ഓൾറെഡി കുറേ ആറ്റം മോഡൽസ് പരിചയപ്പെട്ടു. തുടക്കത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നത് ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് മാസ്, ഒരു ബോൾ മാതിരി ഇരിക്കുന്നു, ഇതാണ് ആറ്റം എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടുള്ള സ്റ്റഡീസിൽ മനസ്സിലായി ആറ്റം ചാർജ്ഡ് പാർട്ടിക്കിൾ ഉള്ളതാണെന്ന്. പ്ലസും മൈനസും ചാർജുള്ള പാർട്ടിക്കിൾസ് ആണ് ആറ്റത്തിൽ ഉണ്ടാകുന്നത്. അതായത് ഇലക്ട്രോൺസും പ്രോട്ടോൺസിൻ്റെ ഒക്കെ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്തു. ഈ മോഡൽ തോംസൺ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു ആറ്റം മോഡൽ. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മനസ്സിലാക്കിയപ്പോൾ ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയസിൽ നിന്നിട്ട് ഇലക്ട്രോൺസ് മാത്രം ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമുക്കെത്തി. അതാണ് റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ. അവിടെ ആ എല്ലാ ഒബ്സർവേഷനും നമ്മുടെ ഇവിടെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ഒരു ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് എനർജി ലൂസായിട്ട് ന്യൂക്ലിയസിലേക്ക് ആ ഇലക്ട്രോൺ വീഴുന്നില്ല എന്നുള്ളത് ഈ മോഡൽ വെച്ചിട്ട്, റുദർഫോർഡ് മോഡൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ മോഡലായിരുന്നു നീൽ ബോർ ആറ്റം മോഡൽ. നീൽ ബോർ ആറ്റം മോഡലിൽ ഒരു ന്യൂക്ലിയസിൽ പ്രോട്ടോൺസ് ന്യൂട്രോൺസ് വെച്ചിട്ട് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന ആ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല് എന്നാണ് അതിനെ പറയുന്നത്. ആ ഷെല്ലിന് ഒരു സ്റ്റേഷനറി എനർജി ലെവൽ, അതായത് ഒരു പെർട്ടിക്കുലർ എനർജി ലെവലിൽ കറക്റ്റായി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഇലക്ട്രോൺസ് എനർജി ലൂസ് ചെയ്തിട്ട് താഴെ ന്യൂക്ലിയസിലേക്ക് വീഴാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ആറ്റം സ്റ്റേബിൾ ആയിരിക്കും എന്ന് നീൽസ് ബോർ ആറ്റം മോഡൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അങ്ങനെ ഈ ആറ്റം മോഡൽ ഓരോ നമ്മുടെ സയൻറ്റിഫിക് ഒബ്സർവേഷൻ വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉള്ള ലെവലിൽ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് വരുന്നതിനനുസരിച്ച് മോഡൽ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് നീൽസ് ബോർ ആറ്റം മോഡലാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല, ലാസ്റ്റ് ഇയറിൽ. ഇനി പിന്നെയും സയൻസ് മുന്നോട്ട് പോയി. അപ്പോൾ വന്ന കുറേ സയൻറ്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിച്ച പല കാര്യങ്ങളും ഈ നീൽസ് ബോർ ആറ്റം മോഡൽ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിച്ച അടുത്ത മോഡലാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ആറ്റത്തിൻ്റെ രൂപം ഇങ്ങനെയാണ്. പ്രോട്ടോൺസ് ന്യൂട്രോൺസ്, ന്യൂക്ലിയസിനുള്ളിൽ ഇലക്ട്രോൺസ്, ഒരു ഡെഫിനിറ്റ് എനർജി ലെവലിലുള്ള ഈ ഷെല്ലിലൂടെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ആദ്യത്തെ ഷെല്ല്, ഇത് രണ്ടാമത്തെ ഷെല്ല്. അങ്ങനെ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് ഷെൽസ് കൂടി വരും. ഇതാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു രൂപം. ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്. ഈ ഇലക്ട്രോൺസ് ഈ ഒരു സെയിം പാത്തിൽ കൂടെ ഇങ്ങനെ ലൈനായിട്ട് ഈ ഇലക്ട്രോൺ വരുന്നത് ഈ ഇലക്ട്രോണിൻ്റെ ബാക്കിൽ അതങ്ങനെ ആ ഒരു ലൈനിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ 6 ഇലക്ട്രോൺസ് ഉണ്ട് കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഇങ്ങനെ ലൈനായിട്ട് ഈ സർക്കുലർ പാത്തിൽ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നീൽസ് ബോർ മോഡൽ വെച്ചിട്ട് നമ്മുടെ മനസ്സിലുള്ള ആറ്റത്തിൻ്റെ പിക്ചർ. പക്ഷേ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ പറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു ഇലക്ട്രോണിൻ്റെ എക്സാക്റ്റ് പൊസിഷനും അതിൻ്റെ പാത്തും കിട്ടാൻ പറ്റില്ല എന്നാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ പറയുന്നത്. കാരണം ഈ മോഡൽ സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സർക്കുലർ പാത്തിൽ കൂടെ ഇലക്ട്രോണിന് ട്രാവൽ ചെയ്യാനായിട്ടുള്ള കഴിവ് പറ്റില്ല. പകരം ഒരു ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഉള്ള ഏരിയയിൽ ഒരു കൂടുതലായിട്ട് ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബബിലിറ്റി ഉള്ള ഒരു ഏരിയ, അത് മാത്രമേ നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതൊരു ഷാർപ്പ് ആയിട്ടുള്ള ഒരു സർക്കുലർ പാത്തല്ല, പക്ഷേ ആ ഷാർപ്പ് പാത്തിൻ്റെ ചുറ്റിലൊരു ബാൻഡായിട്ടുള്ള ഏരിയ എന്നാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും.
ഒരു ഷാർപ്പായിട്ടുള്ള സർക്കുലർ പാത്ത്, ഒരു ലൈൻ, ഒരു ഇലക്ട്രോണിൻ്റെ ബാക്കിലൂടെ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള ഒരു മൂവ്മെൻ്റ് അല്ല. പക്ഷേ ന്യൂക്ലിയസിന് ചുറ്റും കൂടുതൽ ചാൻസിൽ ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാൻ ചാൻസ് ഉള്ള ആ ഏരിയ, അതിനെയാണ് ഓർബിറ്റൽ എന്നാണ് ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ പറയുന്ന പേര്. ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ആ ഏരിയന് അവർ പേര് കൊടുത്തത് ഓർബിറ്റൽ എന്നാണ്. ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോണിനെയാണ് എടുക്കാൻ പറ്റുക ഒരു ഓർബിറ്റലിന്. അപ്പോൾ അതൊന്ന് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയണം. ഇതാണ് നമ്മുടെ ബോർ മോഡലിലെ എനർജി ലെവൽ 1. എനർജി ലെവൽ 1 ആയിരിക്കുമ്പോൾ അതിനകത്ത് എനർജി ലെവൽ 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ് നമുക്കറിയാം. 2n² മോഡൽ അനുസരിച്ചിട്ട് 2 ഇലക്ട്രോൺ ആണ് ഫസ്റ്റ് ഷെല്ലിൽ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഓർബിറ്റ്, അതായത് ഫസ്റ്റ് ഷെല്ലിൽ ഒരു ഓർബിറ്റലേ ഉള്ളൂ, ആ ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ. അപ്പോൾ നമ്മുടെ നീൽസ് ബോർ മോഡൽ വെച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങളും നമുക്ക് ശരിയായി കിട്ടി. ഇനി സെക്കൻഡ് ലെവലിൽ വരുമ്പോഴേക്കും നമ്മുടെ കൺസെപ്റ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന അനുസരിച്ച് 8 ഇലക്ട്രോൺസ് പറ്റും. ആ 8 ഇലക്ട്രോൺസ് പറ്റുന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ലെവലിൽ 4 ഓർബിറ്റൽസ് വേണം. അതായത് ഒരു ഓർബിറ്റലിന് 2 ഇലക്ട്രോൺ അല്ല അക്കോമഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ്. ഈ സെക്കൻഡ് ഇതിൽ 8 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് 4 വേണം, 4 ഓർബിറ്റൽസ്. ആ 4 ഓർബിറ്റൽസ് ഇവിടെ 2 സബ് ഷെല്ലിൽ, എസും പിയും സബ് ഷെല്ലിലായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഈ ഇത്രയും ഏരിയ ആണ്, ഈ രണ്ടും കൂടി ചേർന്നതാണ് സെക്കൻഡ് എനർജി ലെവൽ. ദാറ്റ് ഇസ് KL. എൽ ഷെല്ല് എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷേ അത് ഈ 1, 2, 3, 4 എന്നുള്ള ഈ 4 ഓർബിറ്റലും ഒരേ സർക്കുലർ പാത്തിലല്ല ഉള്ളത്. ഇത് ഒരെണ്ണം, ഈ 3 എണ്ണം രണ്ടാമത്തേൽ. ഇതിനെയാണ് നമ്മൾ എസ്, ഇത് നമ്മുടെ പി. ഈ എസും പി ഒക്കെ സബ് ഷെൽ എന്നാണ് പറയുന്നത്. അതായത് സെക്കൻഡ് എനർജി ലെവലിൽ 2 സബ് ഷെല്ലുണ്ടാകും. അതായത് എനർജി ലെവലിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് ഓർബിറ്റൽസിനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നു. ഈ എസിൻ്റെ ഗ്രൂപ്പിൽ ഒരു ഓർബിറ്റലുള്ളൂ, പിയുടെയിൽ 3 എണ്ണം, അങ്ങനെ 3 ഓർബിറ്റൽ ഗ്രൂപ്പ് ചെയ്തു. അങ്ങനെ ഈ എസും പിയും സെക്കൻഡ് ലെവലിൽ കൂടിയിട്ടാണ് ഈ ടോട്ടൽ 4 ഓർബിറ്റൽ കിട്ടി 8 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഇനി സെയിം തിങ് തന്നെ മൂന്നാമത്തേലേക്ക് വരുമ്പോൾ എനർജി ലെവൽ 3യിൽ വരുമ്പോഴേക്കും 3 സബ് ഷെല്ലുണ്ടാകും. അതായത് എസും പിയും ഡി സബ് ഷെല്ലും കൂടി ആഡ് ചെയ്തു. അത് നമുക്ക് കാൽക്കുലേഷൻ നോക്കൂ. 18 ആണ് മൂന്നാമത്തെ ലെവലിലെ മാക്സിമം. 2n² റൂൾ അനുസരിച്ചിട്ട് 18 ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇത് 2, ഈ 6 എന്ന് പറയുമ്പോൾ 6 ഇലക്ട്രോൺ, 2 + 6 18 ഇവിടെ പോയി. ബാക്കി 10 ആണ് ഇനി ഡിയിൽ വേണ്ടത്. 1, 2, 3, 4, 5 ഓർബിറ്റൽ ഉണ്ട്. അപ്പോൾ 10 ഇലക്ട്രോൺസിനെ ഡി ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ SP-D ഈ 3 കൂടി ചേർന്നതാണ് നമ്മുടെ എനർജി ലെവൽ 3. ദാറ്റ് ഇസ് KLM എന്നുള്ള ആ എനർജി ലെവൽ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ നീൽസ് ബോർ മോഡലിൽ പറഞ്ഞ ഒരു സർക്കുലർ പാത്ത് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സർക്കുലർ പാത്ത് അല്ല ആക്ച്വലി ഉള്ളത്. ഫസ്റ്റ് ലെവൽ 1ൻ്റെ കേസിൽ ഓക്കെ. ലെവൽ 2 ഓൺവേർഡ്സ് നോക്കും, ഇതൊരു ലൈനല്ല, ഇത് 2 സെപ്പറേറ്റ് ലൈനാണ്. ഒരെണ്ണത്തിൽ ഒരു ഓർബിറ്റലും രണ്ടാമത്തെ ലൈനിലാണ്, സർക്കുലർ പാത്തിലാണ് അടുത്ത ഓർബിറ്റൽ. അതായത് എനർജി ലെവൽ 2 എന്ന് പറയുമ്പോൾ 2 സർക്കുലർ പാത്ത് മാതിരിയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് എനർജി ലെവൽ കുറഞ്ഞ എസും എനർജി ലെവൽ കുറച്ചും കൂടി കൂടിയ പിയും കൂടി ഇത് രണ്ടും കൂടി, ഈ 2 ബാൻഡും കൂടി കൂടിയതാണ്, സർക്കുലർ പാത്തും കൂടി കൂടിയതാണ് എനർജി ലെവൽ 2. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ പറയുന്നത് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ലൈനല്ല, പക്ഷേ ഒരു ബാൻഡ് ഒരു ഏരിയയാണ് ഒരു എനർജി ലെവലിൽ വരുന്നത്. ഇനി SP-DF നമ്മൾ ഇതിങ്ങനെ സബ്ഷെൽ, ഇത് എസ്, ഇത് പി. എനർജി ലെവൽ 1, 2, 3 കൂടുന്നതിനനുസരിച്ചിട്ട്
എനർജി ലെവലിൻ്റെ അത്ര തന്നെ സബ്ഷെല്ലും ഉണ്ടാകും. 1ൽ 1, 2 എനർജി ലെവൽ 2ൽ 2 സബ്ഷെൽസ്, അതായത് എസും പിയും. അങ്ങനെ മെയിൻ ലെവലിൽ നമ്മൾ മറ്റേ നീൽസ് ബോർ മോഡലിൽ പറഞ്ഞ മാതിരി 1 2 3 4 KLMN എന്നുള്ള ആ നെയിമിംഗ് തന്നെ വരും. അപ്പോൾ ഇവിടെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ അനുസരിച്ചിട്ട് ഒരു ഷാർപ്പ് സർക്കുലർ പാത്തിൽ കൂടെ 1/1 ആയിട്ട് സർക്കുലർ ഒന്നിന് പുറകെ ഒന്നായിട്ടല്ല ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്, ഒരു ഏരിയയിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. ആ ഏരിയ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എനർജി ലെവലിനെ കൂടുതൽ അടുത്ത ലെവലിലേക്ക് ഒരു സൂംഡ് വ്യൂ ആണിത്. അങ്ങനെയാകുമ്പോൾ ഇനി മുതൽ നമ്മുടെ മനസ്സിൽ ഒരു ആറ്റത്തിൻ്റെ രൂപം ഓർക്കുമ്പോൾ നീൽസ് ബോർ മോഡൽ മാതിരി ഒരു ഷാർപ്പ് സർക്കുലർ പാത്ത് ആയിട്ടുള്ള ഒരു ആറ്റം സ്ട്രക്ചർ അല്ല മനസ്സിൽ വരേണ്ടത്, മറിച്ച് ഇങ്ങനെ ആയിരിക്കണം. ന്യൂക്ലിയസിന് ചുറ്റും ഫസ്റ്റ് എനർജി ലെവൽ അത് കേശൽ, അതിൽ ആകെ 2 ഇലക്ട്രോണാണ് പറ്റുള്ളൂ. 2 ഇലക്ട്രോൺ നമ്മുടെ ലോവർ ഏറ്റവും കുറവ് എനർജി ലെവൽ വരുന്ന എസ് സബ്ഷെല്ല് വെച്ചിട്ട് തന്നെ പറ്റും. അപ്പോൾ ഒരു ഓർബിറ്റൽ എസ് സബ്ഷെല്ല്, ഇതാണ് ഒരു ഓർബിറ്റൽ. ഈ ഓർബിറ്റലിൽ ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ, ആ എസ് സബ്ഷെല്ലിലുള്ള ആ 2 ഇലക്ട്രോൺ ഈ ഓർബിറ്റലിൽ തന്നെ നിന്നു. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഷെൽ n=1. ഇനി n=2 എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ ലൈനല്ല, n=2നെ ഈ എന്നിൻ്റെ അതേ നമ്പറിലുള്ള സബ്ഷെല്ല് ഉണ്ടാകും. n2 ആണെന്നുണ്ടെങ്കിൽ 2 സബ്ഷെല്ല്, അതായത് എസും പിയും ഉണ്ടാകും. എസ്സിൽ മാക്സിമം കപ്പാസിറ്റി 2 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഒരു ഓർബിറ്റൽ മാത്രമാണ് എസ്സിലെ സബ്ഷെല്ലിലുള്ളൂ. രണ്ടാമത്തെ പി സബ്ഷെല്ലിലാണ് 3 എണ്ണം ഉള്ളത്. ആ 3 എണ്ണത്തിലാണ് 3 ഓർബിറ്റലിൽ ഈ 2 ഇലക്ട്രോൺ വെച്ചിട്ട് വരുമ്പോഴാണ് 6 ഇലക്ട്രോൺ ഇങ്ങനെ വരുന്നത്. അതായത് നമ്മൾ നീൽസ് ബോർ മോഡലിൽ പഠന മാതിരി നോക്കുമ്പോൾ ഈ രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് നമ്മൾ ഒറ്റ ഒരു സർക്കുലർ പാത്തിൽ വരച്ചത്, ഇനി മുതൽ നമ്മുടെ മനസ്സിൽ വേണ്ടത് 2 സർക്കുലർ പാത്തിലായിട്ട്, അതും ഈ സർക്കുലർ പാത്തിൽ കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെയല്ല മൂവ് ചെയ്യുന്നത്, ആ സർക്കുലർ പാത്തിൻ്റെ അടുത്തുള്ള ഓർബിറ്റിൽ കൂടെ ഇലക്ട്രോൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ ഏരിയയാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ഒരു ഷാർപ്പ് ലൈൻ അല്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ n3 ആകുമ്പോൾ ഒരു സബ്ഷെല്ലും കൂടി D, 4 ആകുമ്പോൾ F, അങ്ങനെ കൂടി വരും. ഇങ്ങനെ ഇലക്ട്രോൺസ് കൂടുന്നതും സബ്ഷെൽസ് കൂടുന്നതും ഓർബിറ്റൽസിൻ്റെ കണക്കും എല്ലാം കറക്റ്റായിട്ടുള്ള മാത്തമാറ്റിക്സ് തന്നെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അത് സയൻറ്റിഫിക്കലി നടക്കുന്ന കാര്യമാണ്. നമുക്ക് നോക്കാം. ടോപ്പ് ട്യൂഷൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓരോ ഷെല്ലും സബ്ഷെല്ലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ആ സബ്ഷെല്ല് ഓർബിറ്റൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എനർജി ലെവൽ 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് സബ്ഷെൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എനർജി ലെവൽ 2 ആണെങ്കിൽ 2 സബ്ഷെല്ല്, അപ്പോൾ SP. അങ്ങനെ എനർജി ലെവൽ കൂടുന്നതിനനുസരിച്ചിട്ട് ഓരോ സബ്ഷെല്ല് കൂടി വരും. അപ്പോൾ സബ്ഷെൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ആ സബ്ഷെൽസിലാണ് ഓർബിറ്റൽസ്. ഓരോ സബ്ഷെല്ലിനും അതിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു മാക്സിമം നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഉണ്ട്. അത്ര ഓർബിറ്റൽസ് ഉണ്ടാകും. ആ ഓർബിറ്റൽസിന് ഒരു ഓർബിറ്റലിന് 2 ഇലക്ട്രോണിനെ എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഓരോ എനർജി ലെവലിൽ എത്ര ഇലക്ട്രോൺസ് എങ്ങനെയാണ് വരുന്നതെന്ന്. എനർജി ലെവൽ 1 എടുക്കും. ഇതാണ് ഒരു ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കും. എനർജി ലെവൽ 1 ആകുമ്പോൾ അതിൽ എത്ര സബ്ഷെല്ല് ഉണ്ടാകും? എനർജി ലെവലിൻ്റെ ഈക്വൽ എമൗണ്ട് ആണ് സബ്ഷെല്ല് ഉണ്ടാവുക. അപ്പോൾ എനർജി ലെവൽ 1 ആകുമ്പോൾ സബ്ഷെല്ലും 1. ആദ്യത്തെ സബ്ഷെല്ല് ഏതാണ്? നമ്മുടെ എസ് ആണ്. സബ്ഷെല്ലിൽ ഏറ്റവും എനർജി കുറഞ്ഞ സബ്ഷെല്ലാണ് എസ്. അപ്പോൾ എനർജി ലെവൽ 1ൽ 2 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ ഒരു ഓർബിറ്റ് 2 ഇലക്ട്രോൺസ്, ഇവിടെ കാണിച്ചിരിക്കുന്നത് 2 ഇലക്ട്രോൺസ് ആണ്. എനർജി ലെവലിൻ്റെ മാക്സിമം കപ്പാസിറ്റി ഇത് കഴിഞ്ഞു. ഇനി എനർജി ലെവൽ 2, n=2 ആകുമ്പോൾ 8 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അതിൽ 2 ഇലക്ട്രോൺ എസ്, പി, 6 ഇലക്ട്രോൺസ് പിയിൽ. നമ്മൾ നേരത്തെ കണ്ടു എസിൻ്റെ ഒരു ഓർബിറ്റും പിയുടെ 3 ഓർബിറ്റൽസും ആണ് ഉണ്ടായത് എനർജി ലെവൽ 2ൽ. എസിൻ്റെ ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ, 3 പി ഓർബിറ്റലിൽ
6 ഇലക്ട്രോൺസ്. അങ്ങനെയാണ് ഈ സെക്കൻഡ് എനർജി ലെവലിലുള്ള ഈ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആകുന്നത്. അങ്ങനെ എനർജി ലെവൽ 3 ആകുമ്പോൾ അതിനകത്ത് 18 ഇലക്ട്രോൺസ്, അതായത് എനർജി ലെവൽ 1 2 3 3യിൽ ഇതാണ് ഡി ഓർബിറ്റൽ. ഇത് ഇവിടെ ഒരു 10 മോർ ഇലക്ട്രോൺസ് വന്ന് അങ്ങനെയാണ് 18 ഇലക്ട്രോൺസ് തേർഡിലാവുന്നത്. അങ്ങനെ ഓരോ എനർജി ലെവൽ കൂടി വരുന്നതോറും ഓരോ സബ്ഷെൽ ആഡ് ചെയ്ത് കൂടുതൽ ഇലക്ട്രോൺസ് ആ ലെവലിൽ ആഡ് ചെയ്താണ് വരുന്നത്. സബ്ഷെൽ, അതിനെ നമ്മൾ സബ്ഷെല്ലിലാണ് ഓർബിറ്റലുള്ളത്. ഓർബിറ്റലിൽ 2 ഇലക്ട്രോണിനെ വെച്ചിട്ടാണ് കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ എസ് സബ്ഷെൽ ആദ്യത്തെ നോക്കിയാൽ തന്നെ ഇത് എസ് ഒരു ഓർബിറ്റലാണുള്ളത്. അപ്പോൾ മാക്സിമം കപ്പാസിറ്റി 2. ഇനി സെക്കൻഡ് സബ്ഷെൽ പി, ഇവിടുത്തെ പി നോക്കൂ. പി, ഇതാണ് പി സബ്ഷെൽ. പിയിൽ എത്ര ഓർബിറ്റലാണുള്ളത്? മാക്സിമം 3 ഓർബിറ്റൽസ് ഉള്ളൂ. അപ്പം 3 ഓർബിറ്റൽസ്, 3ൽ 6 ഇലക്ട്രോൺസ്. ഇനി അടുത്ത സബ്ഷെൽ ഏതാണ്? ഡി മൂന്നാമത്തെ ഷെല്ലിലാണ് ഡി ഉള്ളൂ. മൂന്നാമത്തെ ഷെല്ലിൽ ഡി ആകുമ്പോൾ 1 2 3 4 5 ഡിയിൽ 5 ഓർബിറ്റൽസ് ഉള്ളത് കാരണമാണ് അതിന് 10 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണേ. ഇനി കൂടി വരുമ്പോഴേക്കും അടുത്തത് എഫിൽ 7 ഓർബിറ്റൽസ് ഉണ്ട്, അങ്ങനെ 14. അങ്ങനെയാണ് ഓരോ എനർജി ലെവൽ കൂടും തോറും കൂടുതൽ സബ്ഷെൽസ് ആഡ് ചെയ്ത് കൂടുതൽ സബ്ഷെൽസിൽ കൂടുതൽ ഓർബിറ്റൽസ് വന്ന് കൂടുതൽ ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് മാക്സിമം കപ്പാസിറ്റി ഓഫ് SPDF, ഓർബിറ്റൽസ് ആൻഡ് ഇലക്ട്രോൺസ്. ഇനി മുതലപ്പോൾ നമ്മൾ ആറ്റത്തിനെ മനസ്സിൽ വയ്ക്കുമ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഒരു സിംഗിൾ ലൈനുള്ള എനർജി ലെവൽ അല്ല മനസ്സിൽ വരേണ്ടത്, സബ്ഷെൽ ലെവലിലാണ് നമ്മൾ മനസ്സിൽ വരുത്തേണ്ടത്. എനർജി ലെവൽ 1ൽ ഒരു സബ്ഷെൽ മാത്രമേ ഉള്ളൂ, എസ് മാത്രം. എനർജി ലെവൽ 2 ആകുമ്പോൾ അപ്പോൾ നമുക്ക് 8 എന്നുള്ളത് ഒന്ന് ഒറ്റയടിക്കല്ല വരേണ്ടത്. എസ് ആദ്യത്തെ സബ്ഷെല്ലിൽ 2 മാക്സിമം പോസിബിൾ ഉള്ളതും ഇനി സെക്കൻഡ് പി സബ്ഷെല്ലിൽ 6. അങ്ങനെയാണ് ആ 8ൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ആ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിൽ വരേണ്ടത്. സബ്ഷെൽ ലെവലിൽ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഫില്ലിംഗ് ചെയ്യണത്? കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക? 1x1 ഇങ്ങനെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഫില്ല് ചെയ്ത ആ മെയിൻ എനർജി ലെവലാണ്. അതായത് ഫസ്റ്റ് ഷെല്ലിലേക്കാണ് ആ ഇലക്ട്രോൺ പോയേക്കുന്നത്. അത് ഫസ്റ്റ് ഷെല്ലിലെ എസ് സബ് ഷെല്ലിലേക്കാണ്. എത്ര ഇലക്ട്രോണാണ് ഫസ്റ്റ് ആ എലമെൻറ്റിൻ്റെ ഫസ്റ്റ് ഷെല്ലിലെ എസ് സബ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ എന്നാണ്. ഇത്രയും പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ വരേണ്ടത്. ഈ 1s1 എന്ന് പറഞ്ഞാൽ ഇത് ആദ്യത്തെ ഷെല്ലിൻ്റെ എസ് സബ് ഷെല്ലിലെ ഒരു ഓർബിറ്റൽ, അതിനകത്ത് 1 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു എന്നാണ് അർത്ഥം. ഇതാണ് 1s1. ഇനി സെക്കൻഡ് ഷെല്ലിൽ എസ്സും പിയും 2 സബ് ഷെല്ലുണ്ട്. അതിൽ എസ്സിൽ ഇപ്പോൾ ഇലക്ട്രോൺ ഫില്ലിംഗ് നടന്ന് നമ്മൾ അതിന് പറയും 2s എന്ന് പറയും. ഇനി ഈ ഷെല്ലിലാണെന്നുണ്ടെങ്കിൽ പി സബ് ഷെല്ലിലാണെങ്കിൽ 2p. അങ്ങനെ ഓരോ ഷെല്ലിനെയും സബ് ഷെല്ല് വെച്ചിട്ട് ആദ്യം ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇനി ഓർബിറ്റൽ ഉള്ളത് ഈ സബ് ഷെൽസിലാണ്. 2sൽ ഒരു സബ് ഷെല്ല്, ഒരു ഓർബിറ്റൽ. 2pയിൽ 3 ഓർബിറ്റൽ, ഓരോ ഓർബിറ്റലിൽ 2. അങ്ങനെയാണ് ഈ 2 എന്നുള്ള എനർജി ലെവലിൻ്റെ 8 മാക്സിമം കപ്പാസിറ്റി ഇലക്ട്രോണിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് ചെറിയ എനർജിയിൽ നിന്ന് ഫില്ല് ചെയ്ത് എനർജി ലെവൽ കൂട്ടിയാണ് പോകുന്നത്. താഴെ അപ് ടു ആർഗോൺ വരെയുള്ള എലമെൻറ്റിൻ്റെ എനർജി ഫില്ലിംഗ് നമുക്ക് അധികം കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. ഒരു നിയോൺ നോക്കൂ. നിയോണിൻ്റെ ആറ്റമിക് നമ്പർ 10 ആണ്. അപ്പോൾ 2 ഇലക്ട്രോൺ ഫസ്റ്റ് ഷെല്ലിൽ 2, സെക്കൻഡ് ഷെല്ലിൽ ടോട്ടലി 8 പറ്റും. അപ്പോൾ കംപ്ലീറ്റ് ആയല്ലോ. 2 ഇവിടെയും 8 ഇവിടെയും. 1s2, 2s2, 2p6. അങ്ങനെയാണ് നമ്മൾ സബ്ഷെൽ കോൺഫിഗറേഷൻ ലെവലിൽ നിയോണിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ 1s2, 2s2, 2p6 ആണ് ഇപ്പോൾ നിയോണിനായി. ഒരു കൺഫ്യൂഷനൊന്നുമില്ല ഇവിടെ.
നമുക്ക് ആർഗോണിന് ഒന്ന് എഴുതി നോക്കാം. സെയിം തിങ്. ആർഗോണിന് ഒരു 8 മോർ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. 10 കഴിഞ്ഞ് 8 മോർ ഇലക്ട്രോൺ. ആർഗോണിൻ്റെ ആറ്റമിക് നമ്പർ 18 ആണ്. അപ്പോൾ ആ അടുത്ത ഇലക്ട്രോൺ പറഞ്ഞത് തേർഡ് ഷെല്ലിൽ എസ്സിൽ 2 പോകും, പിയിൽ 6 പോകും. അപ്പോൾ ആർഗോണിൻ്റെ 18 ടോട്ടൽ ഇലക്ട്രോൺസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. കൺഫ്യൂഷനൊന്നുമില്ല. നമ്മൾ എനർജി ലെവൽ അനുസരിച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് പോയി. പക്ഷേ ആർഗോൺ കഴിഞ്ഞാൽ പിന്നെ ഈ ഫസ്റ്റ് ഷെൽ കഴിഞ്ഞ് സെക്കൻഡ് ഷെൽ, തേർഡ് ഷെൽ അങ്ങനെ പോകുന്നു എന്നുള്ള ആ ഓർഡറിന് ഇത്തിരി മാറ്റം ഉണ്ടാകും. ആ മാറ്റം നമുക്ക് പഠിക്കേണ്ടത് ഈ ഒരു പിക്ചർ ഉപയോഗിച്ചിട്ടാണ്. ഇത് എന്തായാലും ബൈ ഹാർട്ട് ചെയ്യണം. ഇത് നമ്മുടെ ഏത് ഉറക്കത്തിൽ നിന്ന് ചോദിച്ചാലും അറിയണം എന്നൊക്കെ ടീച്ചേഴ്സ് പറയുന്ന മാതിരി അറിവുണ്ടായിരിക്കണം. ആദ്യം 1s എഴുതുക, 2s 2p ഒരുമിച്ച്, 3s 3p. അതായത് ഓരോ n = 1 2 3 4ൽ എത്ര സബ് ഷെല്ലുണ്ട് എന്നുള്ളത് നമ്മളങ്ങോട്ട് എഴുതി. എന്നിൽ ഒരു സബ് ഷെല്ലുള്ളൂ, n = 1ൽ, 2ൽ 2s 2p ഉണ്ട്, 3ൽ 3s 3p 3d ഉണ്ട്, 4 ആകുമ്പോൾ 4s 4p 4d 4f. ഇനി അത് കഴിഞ്ഞാൽ ഇത് തന്നെ അങ്ങോട്ട്, ബിക്കോസ് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോണ മെയിൻ എലമെൻറ്റ്സ് ഈ ഏരിയയിൽ തന്നെ വരണം. അപ്പം താഴെയുള്ളത് അധികം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ഒരു 5 വരെയുള്ളത് ഇങ്ങനെ എഴുതിയിട്ട് വെക്കുക. എന്നിട്ട് ഈ ഓർഡർ വരുന്നത് എങ്ങനെയെന്ന് നോക്കുന്നു. ഈ 1s നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 1s കഴിഞ്ഞ് 2s, 2s കഴിഞ്ഞ് 2p, 3s കഴിഞ്ഞ് 3p, ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഓർഡർ ശരിയാവില്ല. അങ്ങനെ ചെയ്താൽ ഈ ഷെൽസിൻ്റെ എനർജി ലെവല് കൂടും. അതായത് ഈ ഒരു സബ് ഷെല്ലിൽ ഈ ഹയർ എനർജി ലെവൽ, അതായത് ഇപ്പോൾ 3 എടുക്കുകയാണെങ്കിൽ 3യുടെ ഡി എനർജി ലെവല് ഈ 4ൻ്റെ എസ് എനർജി ലെവലിനേക്കാളും കൂടി വരും. അതിന് വേറൊരു കണക്കനുസരിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് മെയിൻ എനർജി ലെവൽ ഫില്ല് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ 3p കഴിഞ്ഞാൽ നമ്മൾ 3d ഫില്ല് ചെയ്യണ്ടേ. പക്ഷേ ആസ് പെർ സയൻസ് 3dക്ക് എനർജി ലെവല് 4th ഷെല്ലിലുള്ള എസിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ആറ്റംസ് ഇങ്ങനെ ഇലക്ട്രോൺ ഫില്ലിങ് ചെയ്യില്ല. ആറ്റംസ് ഫില്ല് ചെയ്യണത് ഇങ്ങനെ ഈ ഒരു ഫോമിലാണ്. അതെങ്ങനെ വരുന്നത്, 1ൽ നിന്ന് പോയ ഈ 2ൻ്റെ മേളിൽ നിന്ന് മേളിലേക്ക് വരിക, എന്നിട്ട് 2ലേക്ക് വരുത്തുക, എന്നിട്ട് 2ൽ നിന്ന് വന്നത് ഡയറക്റ്റ്ലി പിയിലേക്കല്ല പോകുന്നത്, ഇങ്ങനെ ഡയറക്റ്റ്ലി ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അത് പിയിൽ 2p. ഇവിടെ ഒന്നും കൺഫ്യൂഷൻ ഇല്ല. പിന്നെ 3s നിന്നും 3sൻ്റെ താഴെന്ന് വരച്ചു 3p. ഇവിടം വരെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. ഇനി നമ്മൾ ഇങ്ങനെ നമ്പർ ഇങ്ങനെ മെയിൻ ലെവൽ അനുസരിച്ചിട്ട് ഫില്ല് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടേക്കാണ് 3dയിലേക്കാണ് വരേണ്ടത്. പക്ഷേ അത് വരാൻ പാടില്ല. ഈ റൂൾ അനുസരിച്ചിട്ട് 3p കഴിഞ്ഞാൽ അടുത്ത ജസ്റ്റ് കൂടുതൽ എനർജി ലെവലുള്ളത് 4s ആണ്. 4s ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളിങ്ങനെ 3dയിലേക്ക് വരുള്ളൂ. ആ സിറ്റുവേഷനാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാൽഷ്യത്തിൻ്റെ ആറ്റമിക് നമ്പർ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ നേരത്ത് കൺഫ്യൂഷൻ ഉണ്ടായല്ലോ. 2 8 ഈ തേർഡ് ഷെല്ലിൽ 18 വരെ പോകാം. പക്ഷേ കാൽഷ്യത്തിൻ്റെ ആറ്റമിക് നമ്പർ 20 ആണ്. 2882 ആണ് കാൽഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു, എന്തുകൊണ്ടാണ് ഇത് 18 വരെ പോകാതെ 8 കഴിഞ്ഞപ്പോൾ അടുത്ത ഷെല്ലിലേക്ക് ഇലക്ട്രോൺ കൊടുത്തത്. അതിൻ്റെ റീസണാണ് ഇത്. 3p വരെ ആയപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ഇലക്ട്രോൺ വരുന്നത് 3dയിലേക്കാണ് സപ്പോസ് ടു ബി പോകേണ്ടത്. പക്ഷേ 3dനേക്കാളും കുറവ് എനർജിയാണ് 4s ഉള്ളത്. അതുകൊണ്ടാണ് 388 കഴിഞ്ഞ 9th 10th ഈ തേർഡിൽ തന്നെ പോകാതെ 4th കൊടുത്തത്. അതായത് 3dയിൽ കൊടുക്കാൻ 3d സ്പേസ് ഉണ്ട്, പക്ഷേ എനർജി ലെവല് അടുത്ത എനർജി ലെവലായ 4sനേക്കാളും കൂടുതലായത് കാരണം ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഈ 3dയിലെ സ്കിപ്പ് ചെയ്തിട്ട് 4s കൊടുത്തു. ഇനി 4s ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ 3dയിലേക്ക് ബാക്കി ഓർബിറ്റൽസ് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുകയുള്ളൂ. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ചുകളായുള്ള ട്യൂഷൻ ക്ലാസുകൾക്ക് പുറമെ വീഡിയോ നോട്ടുകൾ, പതിവായുള്ള ടെസ്റ്റുകൾ, പരീക്ഷാ റിവിഷൻ എന്നിവയിലൂടെ മികച്ച വിജയത്തിനുള്ള വഴിയൊരുക്കുന്ന ടോപ്പ് ട്യൂഷൻ സെൻ്ററിൽ ഇന്നു തന്നെ ജോയിൻ ചെയ്യൂ. പീരിയോഡിക് ടേബിളിലെ എലമെൻസിനെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞു ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് കെമിക്കൽ പ്രോപ്പർട്ടീസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ
ഒരു ഷെല്ലിനെ സബ് ഷെൽ ലെവലിലേക്ക് സൂം ചെയ്ത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് മനസ്സിലാക്കേണ്ടത് സബ് ഷെല്ലിൽ ലാസ്റ്റ് ഇലക്ട്രോൺ പോയ ആ സബ് ഷെല്ലിൻ്റെ കോൺഫിഗറേഷനാണ് കെമിക്കൽ പ്രോപ്പർട്ടീസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. പീരിയോഡിക് ടേബിളിലെ എലമെൻസിനെ നമ്മൾ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് ഇത്രയും ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ് ഗ്രൂപ്പ്സ് 1 and 2. എന്തുകൊണ്ട് അതിനെ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്? എസ് ബ്ലോക്കിലെ എലമെൻസിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുമ്പോൾ ആ ലാസ്റ്റ് ഇലക്ട്രോൺ പോയിരിക്കുന്നത് എസ് സബ് ഷെല്ലിലേക്കാണ്. അതുകൊണ്ടാണ് ഈ 1 and 2 ഗ്രൂപ്പിനെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള ഈ എലമെൻസിനെയാണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. കാരണം ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള ഈ എലമെൻസിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് പി സബ് ഷെല്ലിലേക്കാണ്. അടുത്തത് ഡി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത് ഡി സബ് ഷെല്ലിലേക്കാണ്. ഇത് എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ താഴെ ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ് എടുക്കില്ലേ, അവിടെ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്ന എഫ് ബ്ലോക്കാണ്. അത് ഇവിടെ വെച്ചെന്നേ ഉള്ളൂ. എസിൻ്റെയും പിയുടെയും നടുവിലുള്ള ഇത് ഡി. ഇത് നമ്മുടെ താഴെ ഭാഗത്തുള്ളത് പിക്ചറിൽ ഇവിടെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ ബ്ലോക്ക് ഏതാണ് എന്ന് പറയുന്നത് അതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ് ഷെല്ലിലേക്കാണോ പോയത് ആ ബ്ലോക്കിലാണ് ആ എലമെൻറ്റ് പെടുന്നത്. ഇനി പീരിയഡ് നമ്പർ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഈ സബ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ നിന്ന് എങ്ങനെയാണ് പീരിയഡ് നമ്പർ കണ്ടുപിടിക്കണേ? ഹയസ്റ്റ് പ്രിൻസിപ്പൽ എനർജി ലെവൽ എന്നിൻ്റെ മാക്സിമം വാല്യൂ ഏതാണോ അതാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 1s2 2s2 3p6 അങ്ങനെ പറയുമ്പോൾ ഏതാണ് എൻ വാല്യൂ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് വരുന്നത് അതാണ് പീരിയഡ് നമ്പർ. ഒരു സബ് ഷെൽ കോൺഫിഗറേഷൻ കിട്ടിയാൽ അതിൽ നിന്ന് എങ്ങനെ ഗ്രൂപ്പ് നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. പീരിയോഡിക് ടേബിളിൽ നമ്മൾ ഓരോ ഗ്രൂപ്പ്സിനെയും എസ്, പി, ഡി, എഫ് ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയ ഏരിയ ഏതാണ് നോക്കൂ. എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 1 and 2 ഗ്രൂപ്പിലുള്ള ഈ ഭാഗമാണ് എസ് ബ്ലോക്ക്. എസ് ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് എസ് സബ് ഷെല്ലാണ് ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ആയിട്ട് വരുന്നത്. ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് എസ് സബ് ഷെല്ലാണ്. എത്രയാണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ അതായിരിക്കും എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇനി നമ്മൾ സബ് ഷെൽ ഫില്ല് ചെയ്ത് ലാസ്റ്റ് ഇലക്ട്രോൺ പോയത് ഒരു പി സബ് ഷെല്ലിലേക്കാണെന്നുണ്ടെങ്കിൽ അത് പി ബ്ലോക്ക് എലമെൻ്റ് ആയിരിക്കും. ആ പി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺ എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ 10 കൂടി ആഡ് ചെയ്താൽ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഇനി ഡി ബ്ലോക്കിൽ ആണ്, അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് വരുമ്പോൾ പോകുന്നത് ഒരു ഡിയിലേക്കാണ്. ഡി സബ് ഷെല്ലിലേക്കാണെങ്കിൽ അത് ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഫില്ല് ചെയ്ത് വരുമ്പോഴേക്കും എസ് സബ് ഷെല്ലും ഉണ്ടാകും, പ്രിസീഡിങ് ഡി സബ് ഷെല്ലും ഉണ്ടാകും. ആ രണ്ട് ഷെല്ലിലെയും എസ് സബ് ഷെല്ലിലെയും ഡി സബ് ഷെല്ലിലെയും കൂടി ഇലക്ട്രോൺസിൻ്റെ സം ആയിരിക്കും ഈ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഒരു എലമെൻറ്റിൻ്റെ ആറ്റമിക് നമ്പർ അറിഞ്ഞാൽ നമുക്ക് സബ് ഷെൽ ലെവലിൽ എങ്ങനെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാമെന്ന് ഒരു ബേസിക് ഒരു ഐഡിയ ഇപ്പോൾ നമുക്കായി. പക്ഷേ നമ്മൾ ഈ ഒരു റൂള്, അതായത് ഹൊറിസോണ്ടലായിട്ട് അങ്ങനെ മെയിൻ എനർജി ലെവൽ ഫില്ല് ചെയ്ത് അടുത്തയിലേക്ക് പോകുക എന്നുള്ളത് പറ്റില്ല. ഈ ഒരു ഓർഡറിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു പിക്ചർ മനസ്സിലാക്കി ഈ ഓർഡർ ആയിരിക്കണം നമ്മൾ ഇലക്ട്രോൺ ഫില്ലിങ്ങിന് വേണ്ടി എടുക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കി. എന്നിരുന്നാൽ തന്നെ ചില എലമെൻസിൻ്റെ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുമ്പോൾ ചെറിയ എക്സെപ്ഷൻസ് കണ്ടിട്ടുണ്ട്. അത് ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനുണ്ട്. എക്സാമ്പിൾ ക്രോമിയവും കോപ്പർ. അത് നമ്മൾ ഈ ഒരു ഓർഡറിൽ ഫില്ല് ചെയ്താൽ തന്നെ ഇത്തിരി വ്യത്യാസം ഉള്ള മാതിരിയാണ് നമുക്ക് ഈ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോൺ ഫില്ലിംഗ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കണം. ഈ ഓർഡർ അനുസരിച്ച് പോകുമ്പോൾ ക്രോമിയത്തിൻ്റെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഇതാണ്.
3d4 4s2 എന്നാണ് അവസാനിക്കേണ്ടത്. അതായത് ഇവിടെ ആർഗോൺ എന്ന് കൊടുത്തിരിക്കുന്നത്, ആർഗോണിൻ്റെ ആറ്റമിക് നമ്പർ 18 ആണല്ലോ. 3p6 കംപ്ലീറ്റ് ചെയ്യണം. ഇവിടം വരെ ആകുമ്പോൾ ആർഗോൺ കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ 1s2 2s2 2p6 എന്ന് പറഞ്ഞാൽ പിന്നെയും മൾട്ടിപ്പിൾ ടൈംസ് എഴുതാതിരിക്കാൻ വേണ്ടി ലാസ്റ്റ് നമ്മൾ വേണ്ട എലമെൻറ്റിൻ്റെ തൊട്ട് മുമ്പുള്ള നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ഇവിടെ കൊടുക്കും. അതായത് 1s2 2s2 2p6 റിപ്പീറ്റ് ചെയ്ത് എഴുതാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ആർഗോൺ എന്ന് മനസ്സിലായാൽ നമുക്ക് 3p6 വരെയുള്ളത് ഇലക്ട്രോൺ ഫില്ലിംഗ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയാണ് ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ 1s2 2s2 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എഴുതാം, അതും ഓക്കെയാണ്. ഇനി ക്രോമിയത്തിൻ്റെ 24 ആണ്. അപ്പോൾ ആർഗോണിൻ്റെ ആറ്റമിക് നമ്പർ 18 ആണല്ലോ. അപ്പോൾ 18 വരെയുള്ളത് ഇവിടെ പോയി ബാക്കി ഉള്ള 6 ഇലക്ട്രോൺസ് എവിടേക്കാണ് പോകുന്നത്? 3p6 ആണ് ആർഗോൺ കംപ്ലീറ്റ് ആയത്. ഇത് 3p6 കഴിഞ്ഞാൽ അടുത്തത് നമ്മൾക്ക് ഈ റൂൾ അനുസരിച്ച് പറയുന്നത് 4s2 പോകണമെന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ശരി 4s2 പോകാം. 4s2 പോയി കഴിയുമ്പോഴേക്കും 2 ഇലക്ട്രോൺ ഇവിടെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 4 ഇലക്ട്രോണാണ് ഈ 4s2 കഴിഞ്ഞിട്ട് 3dയിലേക്ക്. അപ്പോൾ 4s2 കഴിഞ്ഞ് 3d4ലേക്ക് കൊടുക്കാം. അതാണ് നമുക്ക് ഈ റൂൾ അനുസരിച്ച് പോകുമ്പോൾ 24 ആറ്റമിക് നമ്പറുള്ള ക്രോമിയത്തിൻ്റെ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കേണ്ടത് ഈ ഓർഡറിലാണ്. സെയിം തിങ് തന്നെ കോപ്പറിൻ്റെ 29 ആണ് ആറ്റമിക് നമ്പർ. ഈ വിധത്തിൽ പോകുമ്പോൾ കോപ്പറിന് മുമ്പുള്ള നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ എഗെയിൻ ആർഗോൺ ആണ്. ആർഗോൺ ആർഗോണിൻ്റെത് 18 ആണല്ലോ. 18 കഴിഞ്ഞാൽ പിന്നെ 11 ഇലക്ട്രോൺസ് കൂടിയാണ് കോപ്പറിനുള്ളത്. ആ 11 ഇലക്ട്രോൺസ് 3p6 കഴിഞ്ഞാൽ 4sൽ 2 ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് 3dയിൽ പോകുന്നത്. അപ്പോൾ 4s2 കഴിഞ്ഞാൽ ബാക്കിയുള്ള 9 3d 9. അപ്പോൾ ഈ റൂൾ അനുസരിച്ച് ഫോളോ ചെയ്യുമ്പോൾ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇങ്ങനെ ആയിരിക്കണം. പക്ഷേ ഒരു വ്യത്യാസം കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കൂ. ഇങ്ങനെ ഫില്ല് ചെയ്ത ആകുമ്പോഴേക്കും എനർജി ലെവല് കൂടി ഉള്ള സിറ്റുവേഷനാണ് കോപ്പറിന് ഉണ്ടാകുന്നത്. അപ്പോൾ എനർജി സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് വേറൊരു ഐഡിയ എലമെൻറ്റ്സ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. ഇവിടെ ഈ 4s2 3d4 ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് കോൺഫിഗറേഷൻ. പക്ഷേ ക്രോമിയത്തിൻ്റെ 4s1 3d5 എന്നാണ് ഇത് വന്നത്. അതെന്തുകൊണ്ടാണ്? 4s2 ആണ് എനർജി ലെവൽ കുറവ്. അപ്പോൾ എനർജി ലെവൽ കുറവുള്ളത് ആദ്യം ഫില്ല് ചെയ്യണം, എന്നിട്ട് ബാക്കിയുള്ളതാണ് അടുത്ത എനർജി ലെവൽ കൊടുക്കണം എന്ന് പറഞ്ഞ കാരണം നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്തു. പക്ഷേ ഇതല്ല വേണ്ടത്. ഇതാണ് എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്? കാരണം ഈ ഡി സബ്ഷെല്ലിൽ 5 ഓർബിറ്റ്സ്, അതായത് 5 ഓർബിറ്റ്സ് എന്ന് വെച്ചാൽ 10 ആണ് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. ഈ 3d4 3d5 ഒരു ഇലക്ട്രോണും കൂടിയുള്ള ലെവലാണെങ്കിൽ ഹാഫ് ഫിൽഡ് എന്ന് പറയും. ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്രോമിയം ഈ ഒരു ചേഞ്ചിലേക്ക് പോയേക്കണമെന്നാണ് സയൻസ് പറയുന്നത്. എന്താ വെച്ചാൽ 3d4 4s2 എന്നുള്ള നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഈ കോൺഫിഗറേഷൻ ആയ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ഇപ്പോൾ 10 ആണ് 3dയുടെ മാക്സിമം കപ്പാസിറ്റി. അപ്പോൾ 5 ആക്കാൻ പറ്റിയ ഹാഫ് ഫിൽഡിൻ്റെ സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ ഈ SCന്ന് ഒരു ഇലക്ട്രോൺ കൂടി ഈ ഡിയിലേക്ക് വെച്ചിട്ട് ഹാഫ് ഫിൽഡിൻ്റെ സ്റ്റെബിലിറ്റി ഈ ക്രോമിയം അറ്റൈൻ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ 3dക്ക് 4ന് പകരം ഒരു ഇലക്ട്രോണും കൂടി എടുത്ത് 5 ആക്കി ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആക്കിയിട്ട് ബാക്കി 4sൽ ഒരു 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ക്രോമിയം ഈ ഒരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ്റെ ചേഞ്ച്. സെയിം തിങ് തന്നെ കോപ്പറിൻ്റെ കേസിൽ 3d9 4s2 ആണ് നമ്മൾ ഈ റൂൾ അനുസരിച്ച് നോക്കുമ്പോൾ കിട്ടുന്നത്. ഇവിടെ ഡിയുടെ കപ്പാസിറ്റി മാക്സിമം നോക്കുമ്പോൾ 10 ആണെന്ന് നമ്മൾ പറഞ്ഞു. മാക്സിമം കപ്പാസിറ്റിയിൽ ഇതിന് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മോർ സ്റ്റെബിലിറ്റി ആണല്ലോ. അപ്പോൾ ഈ 4s2 എന്നുള്ള ഒരു ഇലക്ട്രോണും കൂടി ഇവിടേക്ക് എടുത്തിട്ട് 3d 10 ആക്കും. അപ്പോൾ അത് ഫുൾ ഫിൽഡ് കപ്പാസിറ്റിയുടെ സ്റ്റെബിലിറ്റി കിട്ടി. അപ്പോൾ 4sന് 1 ആകും. അങ്ങനെ ജനറൽ റൂൾ അനുസരിച്ചിട്ട് ഫോളോ ചെയ്താലും ചില എക്സെപ്ഷൻസും ഉണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ചാപ്റ്ററിൽ കുറച്ച് പീരിയോഡിക് ടേബിൾ റിലേറ്റഡ് കുറച്ച് ഇൻഫർമേഷനും കൂടി കവർ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം.
അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിൽ നിന്നും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എനർജി, അതിനെയാണ് അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. നമ്മളൊരു പീരിയോഡിക് ടേബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ആറ്റത്തിൻ്റെ സൈസ് കുറഞ്ഞാണ് വരുന്നത്. കാരണം ഒരു സെയിം പീരിയഡിൽ തന്നെ ഉള്ള എലമെൻറ്റിൽ ആകുമ്പോൾ ന്യൂക്ലിയസിൻ്റെ നമ്പർ, ആറ്റമിക് നമ്പർ കൂടുന്നതിൻ്റെ അനുസരിച്ച് ന്യൂക്ലിയസിൻ്റെ ഫോഴ്സ് കൂടുമ്പോൾ പീരിയഡ് സെയിം ആണല്ലോ. അപ്പോൾ കൂടുതൽ ഇഫക്റ്റീവായിട്ട് ഉള്ളിലേക്ക് പുള്ള് ചെയ്യുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ പുറത്താക്കാനുള്ള നമ്മൾ കൊടുക്കേണ്ട എനർജി, അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. അതായത് ഒരു പീരിയഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോഴേക്കും അയണൈസേഷൻ എനർജി കൂടിക്കൊണ്ടിരിക്കും. ഒരു ഗ്രൂപ്പിൽ മേളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴേക്കും ആറ്റമിക് സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. ആറ്റമിക് സൈസ് കൂടുമ്പോൾ ന്യൂക്ലിയസിൻ്റെ പുള്ള് കുറയും, അപ്പോൾ അയണൈസേഷൻ എനർജി കുറയുകയാണ് ചെയ്യുന്നത്. മേളിലേക്ക് പോകുമ്പോൾ കൂടും, താഴേക്ക് വരുമ്പോൾ കുറയും അയണൈസേഷൻ എനർജി. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രൂപ്പ് 1 and 2 അത് മെയിൻലി മെറ്റൽസ് ആണ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളത്. അവിടെ അയണൈസേഷൻ എനർജി ഭയങ്കര കുറവായിരിക്കും. പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള ഭാഗത്താണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് വരുന്നത്. അതിൽ മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് എല്ലാം ഉണ്ട്. ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ് ഈ പിക്കും എസിനും നടുവിലായിട്ട് വരുന്നത്. അത് മെയിൻലി ട്രാൻസിഷൻ മെറ്റൽസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ ട്രാൻസിഷൻ മെറ്റൽസിൽ 3:4:2 എന്നുള്ള ഒരു ഹൈ ലെവലിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയാണ് നമ്മൾ 3D ആ ഇതിലേക്ക് ഇലക്ട്രോൺ ഫില്ലിംഗ് നടന്നിക്കണേ. അപ്പോൾ ഈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിന് ആ 4s ഇലക്ട്രോണും ഈ ഡിയിലുള്ള ഇലക്ട്രോണും ഉപയോഗിച്ചിട്ട് റിയാക്ഷൻസിൽ ഏർപ്പെടാൻ പറ്റും. അതുകൊണ്ടാണ് ഈ അയൺ അങ്ങനത്തെയുള്ള എലമെൻറ്റ്സ് ഒക്കെ കൂടുതൽ മൾട്ടിപ്പിൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാലൻസിയിൽ റിയാക്ഷനിൽ ഏർപ്പെടാൻ പറ്റുന്നത്. ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കും. അപ്പോൾ മെറ്റാലിക് ക്യാരക്ടർ റൈറ്റ് ടു ലെഫ്റ്റ് പോകുമ്പോഴേക്കും കുറയുകയാണ് ചെയ്യുന്നത്. ലെഫ്റ്റിലാണ് മെറ്റൽ. നോൺ മെറ്റാലിക് ക്യാരക്ടറാണ് റൈറ്റ് ടു ലെഫ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റേഡിയസ് റൈറ്റിലേക്ക് പോകുമ്പോൾ കുറയും, ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ കൂടും. അപ്പോൾ ഇങ്ങനെ കുറച്ച് പീരിയോഡിക് ടേബിൾ റിലേറ്റഡ് ഇൻഫർമേഷനും കൂടി നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്തിട്ടുണ്ട്. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന ഈ ചാപ്റ്ററിലെ 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നോക്കുന്നത്. ക്വസ്റ്റ്യൻ: The subshell with the lowest energy in any shell is the dash subshell. ഏത് സബ്ഷെല്ലിനാണ് ഏറ്റവും ലോവസ്റ്റ് എനർജി? S. The maximum number of electrons that can be accommodated in any orbital എത്രയാണ്? 2. The subshell configuration of an atom with atomic number 11. ആറ്റമിക് നമ്പർ തന്നിട്ടുണ്ട് 11. അതിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ എങ്ങനെയാണ്? ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ ഫില്ല് ചെയ്ത് വരുമ്പോൾ 1s2 2s2 2p6 2p6 വരെ ആയപ്പോൾ എത്ര എണ്ണം ഇലക്ട്രോൺസ് ആയി? 2 + 2 + 6 10. ഇനി ഒരു ഇലക്ട്രോൺ കൂടിയല്ലേ ഉള്ളൂ, അത് 2ൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞല്ലോ. ഇനി 3-ലല്ലേ പോകണ്ടേ, അപ്പോൾ 3s 1. The block of an element is determined by the dash in which the last electron is filled. ബ്ലോക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏത് സബ്ഷെല്ലിലാണോ ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ചെയ്തത്, അപ്പോൾ സബ്ഷെൽ. Question: For S block elements, the group number is equal to the number of electrons in the outermost S block എന്നാണ് പറഞ്ഞിരിക്കുന്നത്. outermost അപ്പോൾ അതായിരിക്കും S subshell. For P block elements, group number is obtained by adding dash to the number of valence electrons, 10. Elements to which the last electrons enters the D subshell. ഡി സബ്ഷെല്ലിലേക്ക് ലാസ്റ്റ് ഇലക്ട്രോൺസ് ആഡ് ചെയ്താൽ അതേത് ബ്ലോക്ക് എലമെൻ്റ് ആയിരിക്കും? ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ദ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ക്വസ്റ്റ്യൻ: ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ഹെൽഡ് ഇലക്ട്രോൺ ഫ്രം എ ഗേഷ്യസ് ആറ്റം ഇസ് കോൾഡ് ഡാഷ് എനർജി. അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി. Question: As we move from
ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് എ പീരിയഡ് ദ ആറ്റമിക് സൈസ് കുറയും, ഡിക്രീസസ്. ക്വസ്റ്റ്യൻ, ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഗ്രൂപ്പ് ആർ സിമിലർ ബിക്കോസ് ദേ ഹാവ് ദ സെയിം നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ. ക്വസ്റ്റ്യൻ, ആൻ എലമെൻറ്റ് വിത്ത് കോൺഫിഗറേഷൻ നിയോൺ പ്ലസ് 4s2 3p4 ബിലോങ്സ് ടു ഡാഷ് ബ്ലോക്ക്. ഏതിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ പോയത്? പി. അപ്പോൾ ഇത് ഏത് ബ്ലോക്കാണ്? പി ബ്ലോക്ക്. ക്വസ്റ്റ്യൻ, ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് എൻ എലമെൻറ്റ് വിത്ത് കോൺഫിഗറേഷൻ AR 3d2 4s2 ഈസ് ഗ്രൂപ്പ് നമ്പർ ഓഫ്, ഇത് ഡി ബ്ലോക്ക് അല്ലേ? ലാസ്റ്റ് ഇലക്ട്രോൺ പോയത് ഡി ആണ്. ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ കാണാനായിട്ട് ഡിയുടെ എസിൻ്റെ സബ്ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ സമ്മാണ് 2 + 2 4. ഇലക്ട്രോൺ, ദ എലമെൻറ്റ് ഇൻ ഗ്രൂപ്പ് 18 ആർ നോൺ ആസ് നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ്. ഗ്രൂപ്പ് 18 ലാസ്റ്റത്തെ ഗ്രൂപ്പ്. ഇൻ ദ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഇലക്ട്രോൺസ് ആർ ബീയിങ് ഫിൽഡ് ഇൻ ദ ഡാഷ് ഷെൽ. ഡി ബ്ലോക്കിൽ 4s കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടാണ് 3D ഫില്ലിംഗ് നടക്കണേ, അതായത് പെനൾട്ടിമേറ്റ് ഷെല്ലാണ്. Dash is the p block element having a very low melting point. Very low melting point ഉള്ള ഒരു p block element ആണ് gallium. Dash is used for making strong magnets. അതിനുപയോഗിക്കുന്ന എലമെൻ്റ് ആണ് നിയോഡിമിയം Nd. Principal quantum number is used to represent shell. Nൻ്റെ വാല്യൂ ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഓഫ് ഷെൽസ്. Dash defines the 3-dimensional shape of an orbital. ഒരു ഓർബിറ്റലിനെ ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ L. ക്വസ്റ്റ്യൻ, the orbitals having definite 3-dimensional shape and oriented towards different directions are clubbed together are considered as subshell. Subshell അതായത് ഒരേ ഓറിയൻറ്റേഷനുള്ള ഡെഫിനറ്റ് 3-dimensional ഓറിയൻറ്റേഷനിൽ അതിനെ ക്ലബ് ചെയ്തിട്ട് പറയുന്നതാണ് സബ്ഷെൽ. അതായത് ഷെല്ലിനെ സബ്ഷെല്ലായിട്ട് ഡിവൈഡ് ചെയ്യും. ആ സബ്ഷെല്ലിൽ ആണ് ഒരു സ്പെസിഫിക് കൈൻഡ് ഓഫ് ഓറിയൻറ്റേഷനുള്ള ഓർബിറ്റൽസിനെ ഗ്രൂപ്പ് ചെയ്ത് വരുന്നത്. അതാണ് സ്പെസിഫിക് കൈൻഡ് ഓഫ് ഓറിയൻറ്റേഷൻസിനെ ഗ്രൂപ്പ് ചെയ്യുന്നത് സബ്ഷെൽ. ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ഓൾസോ യൂസ് ടു റെപ്രസെൻറ്റ് ദ സബ്ഷെൽസ് ഓഫ് ഈച്ച് ഷെൽ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ 0 to n-1 വരെ ഓരോ ഷെല്ലിലും വേരി ചെയ്യും. എന്നിൻ്റെ വാല്യൂ 3 ആണെന്നുണ്ടെങ്കിൽ 0, 1, 2 അങ്ങനെയാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ പോകുന്നത്. ക്വസ്റ്റ്യൻ, ദ ക്വാണ്ടം നമ്പർ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡിഫറൻസ് ഇൻ ഓറിയൻറ്റേഷൻ ഓഫ് ഓർബിറ്റ്. ഡിഫറൻസ് ഇൻ ഓറിയൻറ്റേഷൻ പറയുന്ന ആ ക്വാണ്ടം നമ്പർ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. Question, the maximum number of orbitals that can be accommodated in each shell is. ഒരു ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ടാകുന്നു എന്നെങ്ങനെയാണ്? ആൻസർ n² ആണ്. നോക്കാം, 2n² ആണ് ഒരു ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് നമ്മൾ പഠിച്ചു. 2n². ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ പറ്റും. അപ്പോൾ 2n² ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് എത്ര ഓർബിറ്റൽ വേണം? 2n²/2. അങ്ങനെയാണ് n² കിട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് സബ് ഷെൽ. ചോദിച്ചിരിക്കുന്നത് ഒരു സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന്. ഒരു സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ പറ്റും എന്ന് നോക്കാൻ നമുക്ക് എത്ര ഓർബിറ്റൽ പറ്റുന്നതെന്ന് ആദ്യം നോക്കാം. ഇപ്പോൾ സബ് ഷെല്ലിൻ്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ് നമ്മളെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. എസ്സിന് അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ 0 ആണ്. പിയുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ 1. അതൊക്കെ നമ്മൾ പഠിക്കും. അതിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ L ആണെന്നുണ്ടെങ്കിൽ 12+1 ആണ് അതിനകത്ത് വരുന്ന ഓർബിറ്റൽസിൻ്റെ എണ്ണം. അപ്പോൾ അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 12+1. 12+1 ആണ് നമ്പർ ഓഫ് ഓർബിറ്റൽസ്. 2 × അതായത് ഒരു ഓർബിറ്റലിന് 2 ഇലക്ട്രോൺസ് പറ്റും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ സബ്ഷെൽ 2 × 12+1. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് റൂം ട്യൂഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.